ചങ്ങായി പറയാൻ ഞാനൊരിക്കൽ കോയമ്പത്തൂർ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും കോയമ്പത്തൂർ വരാൻ തോന്നിയത് നമ്മളെ ചങ്ങായിമാരും നമ്മുടെ കുടുംബക്കാരൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാം, അതേപോലെ സ്ഥലങ്ങളൊന്ന് കാണാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കോയമ്പത്തൂർ വന്നത്. കോയമ്പത്തൂർ ഒരു ആദ്യം തന്നെ നിന്നത് സാജിർ എന്ന നമ്മളെ കുടുംബക്കാരനുണ്ട്, അവരുടെ വീട്ടിലാണ്. അതിനുശേഷം നേരെ പോയത് അലി, അതായത് എൻ്റെ ചങ്ങായിയാണ്. ആ ചങ്ങായിൻ്റെ ഷോപ്പിലേക്കാണ്. അവിടുന്ന് സാജിൻ്റെ കൂടെയായിരുന്നു ഒരു ദിവസം അവിടെ തങ്ങിയത് രാത്രിക്ക്. പിന്നെ അലിൻ്റെ അടുത്ത് വന്നു. അലിൻ്റെ അടുത്ത് ഒന്ന് നേരെ ജാബി, നമ്മുടെ ചങ്ങായിയാണ്, ചങ്ങായിൻ്റെ ഷോപ്പിലേക്ക് പോയി. പോകുന്ന പോക്കിനുള്ള തിരിച്ചു വരുന്നുള്ള വീഡിയോ ആണ് ഇപ്പം കാണിക്കുന്നത്. ഭയങ്കര ബ്ലോക്കായിരുന്നു തിരിച്ചു വരുന്ന സമയത്ത്. രാത്രിക്ക് പോകുമ്പോൾ പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അടിച്ച് കുറേ പാർക്കും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഞാനായിരുന്നു വണ്ടി ഓടിച്ചത്. അവൻ ബാക്കിലായിരുന്നു. അവൻ പിന്നെ വീഡിയോ എടുക്കാനുള്ള തിരക്കിലായിരുന്നില്ല. ഫോൺ വിളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിരുന്നു. കാരണം ഒരു കച്ചവടക്കാരനാണല്ലേ, അപ്പം ഒരുപാട് വിളിക്കാൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, തിരക്കുണ്ടാവും, ഫാമിലി കാര്യങ്ങളെല്ലാം വിളിക്കാനുണ്ടാവും. അങ്ങനെ അവൻ്റെ ഷോപ്പാണിത്. അതേപോലെ അതിന് ശേഷം പോയത് ഒരു പച്ചക്കറി കടയിലാണ്. സദ്ദാം അവിടെയുള്ള നമ്മുടെ നാട്ടുകാരനാണ്, എൻ്റെ ബ്രദറിൻ്റെ സുഹൃത്തു കൂടിയാണ്. അവൻ്റെ കൂടെ പച്ചക്കറി കടയിൽ അവിടെ പോയ സമയത്ത് നമുക്ക് മനസ്സിലായ ഒരുപാട് എന്താ പറയുക പച്ചക്കറി ഐറ്റംസ് ഒരു കടയിൽ തന്നെ. എല്ലാ ഇതിലും വ്യത്യസ്തമായിട്ടൊന്നും ഇല്ലെങ്കിലും പക്ഷെ ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇനി ഒരു വലിയ ഷോപ്പാണ്. അതിൽ കാണുന്ന സാധനങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. മാങ്ങ, ഫ്രൂട്ടിൻ്റെ ഇതുകൊണ്ട് വെജിറ്റബിളും ഉണ്ട്. മാങ്ങ ഉണ്ട്, അതേപോലെ ഒരുപാട് പപ്പായ ഉണ്ട്, മുസമ്പി ഉണ്ട്, അതേപോലെ ഇപ്പം കാണുന്നത് വെണ്ടക്ക, അതേപോലെ ക്യാരറ്റ്, ബീട്രൂട്ട്, അങ്ങനെ തുടങ്ങി. ഇനിയിപ്പോൾ തക്കാളിൻ്റെ ഒരു കൂമ്പാരം തന്നെ ഉണ്ട്. അതൊക്കെ അവിടെ ഉണ്ടാക്കുന്ന കൃഷി രീതിയാണ്. തൊട്ടടുത്ത് ഗൂഡല്ലൂരും അവിടെ നിന്നൊക്കെയാണ് ഈ തക്കാളി കാര്യങ്ങളൊക്കെ വരുന്നത്. തൊട്ടടുത്തുള്ള സ്ഥലം തന്നെ ആയതിനാൽ അവർക്ക് സാധനങ്ങൾ കിട്ടും. ഇനിയിപ്പം ഉരുളക്കിഴങ്ങായാലും ഗൂഡല്ലൂർ ഉരുളക്കിഴങ്ങായിട്ട് എഴുതിയിട്ട് കണ്ടത്. പിന്നെ ഒരുപാട് സാധനങ്ങൾ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. എല്ലാ സാധനങ്ങളും ഉണ്ട്. കൈപ്പക്ക, അതേപോലെ ക്യാപ്സിക്കോ, അതേപോലെ ബീൻസ്, വഴുതനങ്ങ 2 ടൈപ്പ് ഉണ്ട്. മാങ്ങ ഏകദേശം ഇവിടെ 45 ടൈപ്പ് ഓഫ് മാങ്ങകളുണ്ടെന്നാണ്. ഇവിടെ തന്നെ വിൽപ്പനക്ക് നല്ല മോഡലുകളായിട്ടുള്ള അല്ലേ 45 ടൈപ്പ് അല്ല പറഞ്ഞു. 10-40 ടൈപ്പോളം മാങ്ങ ഉണ്ട്. അതേപോലെ കൈതച്ചക്ക, ബത്തക്ക, മാമ്പഴം, മുസമ്പി എല്ലാം ഉണ്ട്. എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ. പേരക്ക, നേന്ത്രപ്പഴങ്ങൾ, കദളി, ഇവിടെയൊക്കെ പൊളിച്ചിട്ട് വെക്കുക ചെയ്യുക. കാമ്പ് ഒഴിവാക്കിയിട്ട് അങ്ങനെ ചെയ്യുക. എല്ലാവരുടെയും കാമ്പ് ഒഴിവാക്കിയിട്ട് പൊളിച്ചു വെക്കുക ചെയ്യുക. അത് ഈ അടുത്ത് കണ്ട് നമ്മളെ നാട്ടിലുള്ള അങ്ങനെയല്ലല്ലോ. പിന്നെ പച്ചമുളക് 2-3 ടൈപ്പ് ഉണ്ട്. പിന്നെ അത് പിന്നെ നമ്മുടെ നാട്ടിലും കിട്ടുന്ന നെല്ലിക്ക, നാരങ്ങ, മുന്തിരി നല്ല മുന്തിരിയാന്ന് തോന്നുന്നു. ഈച്ച മാറുന്നില്ല. അതേപോലെ നമ്മുടെ അത് ഇനിയിപ്പം
റംബൂട്ടാനും കഴിഞ്ഞ് ഞാൻ വീഡിയോ നിർത്തി. കാരണം ഒരുപാടുണ്ട്, എടുക്കാൻ നിന്നാൽ ഒരുപാട് വീഡിയോ എടുക്കേണ്ടത്. പിന്നെ അതിന് ശേഷം കുനിയമ്പത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയി. അവിടുന്ന് നേരെ അതിൻ്റെ ഇത് ഉക്കട മാർക്കറ്റാണ്, അവിടെ നിന്നാണ് പോയത്. പിന്നെ അവിടുന്ന് നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ നെഗതി മന്തി കുനിയമ്പത്തൂരും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറേ കാത്തുനിന്നതിന് ശേഷം അവിടുന്ന് നല്ല കുഴിമന്തി കഴിച്ച് അതിന് ശേഷം മറവ ജുനൈദ് നിൽക്കുന്ന ഷോപ്പിലേക്ക് വന്നു. സൂപ്പർ മാർക്കറ്റ് അതാണിത് കാണുന്നത്. പിന്നെ കാണിക്കുന്നത് സാപ്പി എന്ന് പറഞ്ഞിട്ട് പുതിയ ഇവർ തന്നെ തുടങ്ങിയ ഡ്രസ്സിൻ്റെ ഷോപ്പാണ്. അതും കണ്ടു നോക്കുക. കുനിയമ്പത്തൂരിനെ കുറിച്ച് പറയാനുള്ളത് 2 കൊല്ലം മുന്നേ ഉണ്ടായതിനേക്കാളും നല്ല വളർച്ചയുള്ള സ്ഥലമാണ്. അതായത് 2 കൊല്ലം മുമ്പൊക്കെ റോഡില്ലാത്ത ഏരിയകൾ, അതേപോലെ കടകളില്ലാത്ത ഏരിയകൾ, ഇന്ന് കടകൾ നിറഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെ ഒരു ഡെവലപ്പായ ഒരു സ്ഥലമാണ് കുനിയമ്പത്തൂർ എന്ന് പറഞ്ഞ സ്ഥലം. ഞാൻ കണ്ടതിൽ വെച്ച് എനിക്ക് തോന്നിയത്. നിങ്ങൾ കണ്ടു നോക്ക്. ഇതാണ് സാപ്പി, പുതിയ ഡ്രസ്സിൻ്റെ ഷോപ്പാണ് ഇവർ തുടങ്ങിയത്.